നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വാട്ടർ നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യും എന്നുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ വീക്ക്ലി മാത്രം ഹെയർ വാഷ് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അങ്ങനെയുള്ളവരെ അറിയായിരിക്കാം. ശരിക്കും വാട്ടർ നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുമെന്ന് പറയുന്നത് ട്രൂ ആണോ? വാട്ടർ നമ്മുടെ ഹെയറിനെ എങ്ങനെയായിരിക്കും ഡാമേജ് ചെയ്യുന്നത്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു തരാം എന്താണ് സംഭവിക്കുന്നതെന്ന്. വാട്ടർ നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. വാട്ടർ നമ്മുടെ ഹെയറിന് ബാഡ് ആണെന്ന് പറയാനുള്ള കാര്യം തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്തോ അല്ലെങ്കിൽ ഹെയർ ഒന്ന് വെറ്റായി കഴിഞ്ഞോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുറേ ഹെയർ ലോസ് ആവുന്നതാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോം ആയിട്ടുള്ളത് പ്രോട്ടീൻ കൊണ്ടാണ്. ആ പ്രോട്ടീൻ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. അതിനെ നമുക്ക് പെർമനന്റ് ബോണ്ടിങ് എന്ന് വിളിക്കാം. വാട്ടർ H2O ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഹെയർ വെറ്റാക്കി കഴിയുമ്പോൾ വാട്ടറിലെ ഹൈഡ്രജൻ ആറ്റംസ് ഹെയറിലെ പ്രോട്ടീനുമായി ഇന്ററാക്ട് ചെയ്ത് ആ പ്രോട്ടീൻ ബോണ്ടിങ് അഥവാ പെർമനന്റ് ബോണ്ടിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നു. സിമ്പിളായി പറയാനാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും മാത്രമുള്ളപ്പോൾ നിങ്ങളുടെ ഓൾ ഗ്യാങ് അവിടെ എത്തി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രമല്ല ഓൾ ഗ്യാങ് മെമ്പേഴ്സിനോട് കമ്പനി അടിക്കേണ്ടി വരും. യുവർ ബോണ്ട് ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് യു വിൽ ഗെറ്റ് ലെസ്സർ വെൻ ദ ഹോൾ ഗ്യാങ് ഷോസ് അപ്പ്. നമ്മളുടെ ഹെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഹെയർ വെറ്റായി കഴിഞ്ഞ് നമ്മുടെ ഹെയർ സ്ട്രെച്ചി ആവും അത് ഡ്രൈ ആയി ഉണ്ടായിരുന്നപ്പോഴേക്കാൾ. അതുപോലെ തന്നെ ഹെയർ ഗ്രിപ്പിയറും ആവും അത് വെറ്റായി കഴിഞ്ഞാൽ. നമ്മുടെ സ്കിന്നിലെ പോഴ്സ് പോലെ നമ്മുടെ ഹെയറിനുള്ളത് ക്യൂട്ടിക്കിൾസ് ആണ്. ഹെയറിന്റെ ക്യൂട്ടിക്കിൾസ് ലെയറിൽ വാട്ടർ ഹോൾഡായി നിൽക്കുമ്പോഴാണ് ഹെയർ ഗ്രിപ്പിയറും സ്ട്രെച്ചിയും ആവുന്നത്. നിങ്ങളുടെ ഹെയർ ഡ്രൈ ആയിരിക്കുമ്പോൾ നിങ്ങൾ അതിലൂടെ വിരലോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയത് ഫീൽ ചെയ്യും. മറിച്ച് വെറ്റായിരിക്കുമ്പോഴോ നിങ്ങൾ അതിലൂടെ വിരലോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഫീൽ ചെയ്യും. ഇപ്പോൾ ഹെയർ ഗ്രിപ്പിയർ ആവുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് തന്നെയാണ്. നിങ്ങളുടെ കൈ കുറച്ചു നേരം വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം സ്കിൻ ഗ്രിപ്പിയർ ആവുന്നത്. ആൻഡ് ദ സെയിം ഈസ് ഹാപ്പനിങ് ടു അവർ ഹെയർ. ഹെയർ വെറ്റായി കഴിയുമ്പോൾ ഹെയറിലെ ബോണ്ടിങ് ബ്രേക്ക് ആവുന്നു. അത് ഹെയറിനെ വീക്ക് ആക്കുന്നു. അതിനൊപ്പം തന്നെ ഹെയർ ഗ്രിപ്പിയറും ആവുന്നു. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഹെയറിനോട് നിങ്ങൾ ഹാർഷായാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് കുഡ് ബി ദ റിയൽ റീസൺ വൈ യു ഹാവ് ഹെവി ഹെയർ ഫോൾ ആഫ്റ്റർ ഷവർ. വാട്ടർ മാത്രമല്ല, നിങ്ങൾ ഹെയറിൽ എന്തെങ്കിലും ഹൈഡ്രേറ്റിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുവാണെങ്കിൽ ഹെയറിൽ മോയ്സ്ചർ ലോക്ക് ആവുകയും അത് ബോണ്ടിങ് ബ്രേക്കും ചെയ്യാം. ഹെയർ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ ഹെയർ സ്മൂത്ത് ആൻഡ് ഷൈനി ആവും. ഗ്രിപ്പിയർ ആയി ഫീൽ ചെയ്യത്തേയില്ല. കാരണം മിക്ക ഹെയർ കെയർ പ്രൊഡക്ട്സിലും ഫാറ്റി ആസിഡ്സ് അതുപോലെ ആൽക്കഹോളും ഉണ്ട്. അത് നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ടെക്സ്ചറിൽ ലീവ് ചെയ്യുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞത് ഹെയറിനെ വാട്ടർ എങ്ങനെയാണ് ഹെയർ ഫോളിന് കാരണമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഇത് മാത്രമല്ല, വാട്ടർ വിൽ ഹെൽപ്പ് us to style our hair the way we desired. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലോങ് ഹെയർ ഉണ്ട്, അതുപോലെ വീക്ക്ലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് നിങ്ങളെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ എത്രയൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്താലും അത് നീറ്റായിരിക്കില്ല. അതിൻ്റെ ടെക്സ്ചർ സെയിം ആയിരിക്കും, ഒരു വേവി, അതുപോലെ ഹെയറിൻ്റെ എൻസൊക്കെ കേളിയായിരിക്കുന്നതൊക്കെ. അതേസമയം നമ്മൾ ഹെയറിന് വാഷ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഹെയറിന് വെറ്റാക്കി കഴിഞ്ഞ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന പോലെ ഹെയർ നീറ്റ് ആയിരിക്കുന്നതും കാണാം. കാരണം വാട്ടർ എത്തിയപ്പോൾ ഹെയറിൻ്റെ ബോണ്ടിങ് ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണ് ഹെയറിൻ്റെ ടെക്സ്ചർ മാറിയതും നമ്മൾ സെറ്റ് ചെയ്ത പോലെ ഹെയർ ഇരുന്നതും. അതുപോലെ തന്നെ ഉള്ളതാണ് ഹെയർ സ്ട്രെയിറ്റനിങ്, കേളിംഗ് അയൺ. ഇതെല്ലാം ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റൈലിംഗ് മെത്തേഡ്സ് ആണ്. ഹീറ്റ് വാട്ടറിനെ പോലെ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യുന്നില്ല, മറിച്ച് ഹീറ്റ് യൂസ് ചെയ്ത് ബോണ്ടിങ്ങിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്യുവാണ്. നമ്മളുടെ ഹെയർ ടൈപ്പിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇവിടെയും ഉണ്ട്. നമ്മളുടെ ഹെയർ ഒരു റബ്ബർ ബാൻഡ് പോലെയാണെന്ന് പറയാം. കാരണം അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്താൽ ഡ്രൈ ആയിരുന്നതിനേലും സ്ട്രെച്ചി ആവും. നിങ്ങൾക്കിപ്പോൾ ഒരു കേളി ഹെയർ ടൈപ്പ് ഉള്ളൊരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ മോയ്സ്ചർ ഉള്ളപ്പോൾ കോംബ് ചെയ്യുന്നതാവും നല്ലത്. അഥവാ ഡ്രൈ ആയി ഉള്ളപ്പോൾ കേളി ഹെയർ വേഗം ടാങ്കിൾഡ് ആവും. അതുപോലെ ഒരു സ്ട്രെയിറ്റ് ഹെയർ അല്ലെങ്കിൽ ഒരു വേവി ഹെയർ ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു കോംബ് യുവർ ഹെയർ ഇഫ് ഇറ്റ്സ് ഡ്രൈ. വാട്ടർ നമ്മുടെ ഹെയറിനെ ബാഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് വാട്ടർ നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുന്നില്ല. വാട്ടർ നമ്മുടെ ഹെയറിലെ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യുകയും അത് ഹെയറിനെ വീക്ക് ആവാനും കാരണമാവുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഹെയറിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഹെയർ ബ്രേക്കേജും. സോ ബി ജെന്റിൽ വിത്ത് യുവർ വെറ്റ് ഹെയർ. പിന്നെ ഹെയർ വാഷ് ചെയ്യുന്നത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണെന്നേ പറയാൻ പറ്റൂ. നിങ്ങൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ ഡേ ടൈം പൊല്യൂഷനിലൂടെയൊക്കെ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹെയർ വാഷ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് ബാക്ടീരിയ ബിൽഡപ്പിന് കാരണമായി സ്കാൽപ്പ് ഇൻഫെക്ഷനും കാരണമായേക്കാം. ഹെയർ പ്രോപ്പറായി വാഷ് ചെയ്യുകയും വെറ്റായ ഹെയറിനെ ജെന്റിലായി ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ തന്നെ നിങ്ങളുടെ ഹെയറിനെ ദ വേ മോർ ഹെൽത്തിയർ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെയറിനെ സ്റ്റൈൽ ചെയ്യാൻ ഒരു അടിപൊളി ടൂളായിട്ടും നമുക്ക് വാട്ടറിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ട്സും ക്വസ്റ്റ്യൻസും കമൻറ്റും ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.